ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഹാച്ച്വെൽ. ഇസ് മീ അലീന. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കണ്ടിട്ട് ഞാനിവിടെ എവിടെയെങ്കിലും സെയിലിൽ കൊടുത്തേക്കാം ആ ഒരു വീഡിയോ കേട്ടോ. അതായത് ഒരു ഷോർട്ടായിട്ട് ഞാൻ കൊടുത്തേക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നമ്മുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് മീൻസ് അതിന് നമ്മൾ ചെയ്തത് ഈ ഒരു ക്രീമിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ, അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തില്ല അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആ പ്രൊഡക്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്. കണ്ടില്ലേ? അതായത് ഇതിൻ്റെ പേരാണ് ബെൻസോയിൽ പെറോക്സൈഡ് ജെൽ എന്നാണ് പേര്. ബിനാക്സ് എന്ന് സൗണ്ടിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബെൻസോയിൽ പെറോക്സൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് ഇതൊരു ജെല്ലാണ് കേട്ടോ. നമുക്ക് പല ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ് മെഡിക്കൽ ഷോപ്സിൽ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 2.5% ബെൻസോയിൽ പെറോക്സൈഡ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ 5 സംതിങ് എബോക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ മിക്കവരും ചെയ്യുന്ന ഒരു രീതിയാണ്, ഇതിപ്പോൾ കുറഞ്ഞ പെർസെൻറ്റേജ് ഉള്ള ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. അപ്പോൾ നോർമലി എല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഇതിനെക്കാളും കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള പെർസെൻറ്റേജ് ഉള്ള ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ ജെല്ല് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് പെട്ടെന്ന് മാറുമെന്നും. അത് വളരെ എന്താ പറയുക, കോമൺ ആയിട്ടുള്ളൊരു തിങ്കാണ്. ബട്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. PCOD പ്രോബ്ലം ഉള്ള സ്ത്രീകൾക്ക് ഉണ്ടാവാം, നോർമലി കൗമാരപ്രായക്കാർക്കുള്ളതുണ്ടാവാം, മീൻസ് ചൂട് കൂടുന്നത് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ടുണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയാൻ വയ്യാതെ നമ്മൾ നേരെ കയറി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള പണി നിങ്ങൾക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് ഹൈ പെർസെൻറ്റേജിലുള്ളത് വാങ്ങി യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഇതുപോലത്തെ ഈ 2.5%-ൻ്റെയാണ് ഏറ്റവും ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്തിട്ട് അത് എഫക്റ്റീവായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ, അതായത് ഉയർന്ന ക്വാണ്ടിറ്റിയിലുള്ളത് മീൻസ് പെർസെൻറ്റേജുള്ള ഈ ഒരു ഓയിൽമെൻറ്റ് ജെല്ല് വാങ്ങി യൂസ് ചെയ്യാൻ നിങ്ങളൊരു ഡെർമറ്റോളജി ഡോക്ടറെ കണ്ടിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് ആണെങ്കിലും ഈ ഒരു ക്ലിൻഡാമൈസിൻ ആണെങ്കിലും യൂസ് ചെയ്യുന്നത് നൈറ്റ് മാത്രം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നൈറ്റ് മാത്രം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ക്രീംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സിറംസോ ഒന്നും യൂസ് ചെയ്യരുത്. എങ്കിലേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. സോ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയല്. ഈ 2 ക്രീമിൽ എനിക്ക്, അതായത് എൻ്റെ പിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് വേറെ കുറച്ച് ഹോർമോൺ വേരിയേഷൻ്റെ ഒരു പിമ്പിൾസ് ആയിരുന്നു എൻ്റെ ഫേസിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെനിക്ക് വർക്കായത് ഈ ഒരു ക്ലിൻഡാമൈസിനാണ്. സോ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പക്ഷേ നോർമലായിട്ടുള്ള ഒരു പിമ്പിൾ ആണെങ്കിൽ നമ്മുടെ ബെൻസോയിൽ പെറോക്സൈഡ് തന്നെ മതിയാവും പിമ്പിൾസ് മാറാനായിട്ട്. അപ്പോൾ ബെൻസോയിൽ പെറോക്സൈഡ് തന്നെ മതിയാവും കേട്ടോ നോർമൽ പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 140 സംതിങ് ആണ്. ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തേക്കാം ഇതിൻ്റെ റേറ്റ്. 30 ഗ്രാമിൻ്റെ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഓയിൽമെന്റ് ആണ്. 2.5% ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. പിന്നെന്താണ്, ബെൻസാക് എന്നാണ് ഇതിൻ്റെ ഒരു നോർമൽ റേറ്റ്. പിന്നെ നെയിം കിടക്കുന്നത് സ്റ്റോർ അറ്റ് ടെമ്പറേച്ചർ നോട്ട് എക്സീഡിങ് 25%. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നൈറ്റാണ് യൂസ് ചെയ്യൽ. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുക. ഒരു ജെല്ലായിട്ട് മീൻസ് നമുക്കൊരു തിക്ക് പേസ്റ്റ് പോലല്ല. നമുക്ക് ഫസ്റ്റ് ഇത് കാണുന്ന സമയത്ത് ഒരു ക്രീം നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു ഫോം തന്നെ, നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ്. പക്ഷേ നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം നമ്മൾ ഫേസിലിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരവസ്ഥ വരും. മീൻസ് ഫേസ് പൊടിയുന്നതല്ല, ഈ ഒരു ക്രീം ഇങ്ങനെ അടർന്നടർന്ന് ഇങ്ങനെ താഴെ വീഴുന്ന ഒരു ഇത് നമുക്കുണ്ടാകും. കുഴപ്പമില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും ഓക്കെ ആകും. പിന്നെ ഈ ഒരു ക്രീമിനെ അപേക്ഷിച്ച് മീൻസ് രണ്ടും കൂടെ ഉള്ളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് നമ്മുടെ ക്ലിൻഡാമൈസിൻ തന്നെയാണ് കേട്ടോ. ഇത് നല്ലതാണ്, ചീത്തയാണ്. പക്ഷെ ആർക്ക് എഫക്റ്റീവ് ആണെന്ന് നമ്മൾ ചിന്തിക്കണം. നോർമലായിട്ടുള്ള പിമ്പിൾസ് ഉള്ളവർക്കാണെങ്കിൽ ഇത് ഓക്കെയാണ്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അടുത്തുള്ള മെഡിക്കൽ ഷോപ്സിലൊക്കെ ഉണ്ടാവും, അത് ഉറപ്പാണ് കേട്ടോ. ഇത് എനിക്ക് ഡോക്ടർ പ്രിഫർ ചെയ്ത് തന്നതാണ്. ഇതും ഡോക്ടർ പ്രിഫർ ചെയ്തതാണ് കേട്ടോ. പക്ഷേ എനിക്ക് എഫക്റ്റീവ് ഈ ക്ലിൻഡാമൈസിൻ ആയിരുന്നു കേട്ടോ. അടിപൊളി ക്രീമാണ് ക്ലിൻഡാമൈസിൻ. ഞാൻ ക്ലിൻഡാമൈസിൻ, അതായത് ഡോക്ടർ എനിക്ക് പ്രിഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിന്നെ ക്ലിൻഡാമൈസിൻ ക്രീമിൻ്റെ ഞാൻ ഈ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ജാഫർ ഉണ്ടല്ലോ,
അറിയാലോ, ഫേമസ് ആയിട്ടുള്ള നമ്മളെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ജാസ്മിൻ ജാഫർ ഓളുടെ ഒരു വീഡിയോ നോക്കിയപ്പോൾ അവരാണ് ഇതിന്റെ പേര്, അവർ പിമ്പിൾസ് വരുമ്പോൾ യൂസ് ചെയ്യുന്നത് ക്ലിൻഡാമൈസിൻ ആണെന്നും അതിലൊരു എന്താ പറയുക ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മുടെ ക്ലിൻഡാമൈസിനാണ്, ഇത് വാട്ടറി ടൈപ്പാണ്, ഇതൊരു ക്രീം ടൈപ്പാണ് വരുന്നത്. ഇത് ബെൻസോയിൽ പെറോക്സൈഡും ഇത് ക്ലിൻഡാമൈസിനുമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. ഏത് നമ്മുടെ ക്ലിൻഡാമൈസിൻ നമ്മൾ ഫേസിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വെള്ളം മാതിരിയാണ്. പക്ഷേ ഇത് ബ്ലെൻഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട്, നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ബ്ലെൻഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ പൊടിഞ്ഞ് താഴെ ക്ലിൻഡാമൈസിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിൻഡാമൈസിൻ ഒരു നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വെച്ച് ക്ലിൻഡാമൈസിൻ വാങ്ങി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബെൻസോയിൽ പെറോക്സൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ബട്ട് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് പ്രൊഡക്റ്റ് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഉള്ള മാക്സിമം റിവ്യൂസും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് മൈ ഇൻബോക്സ്. ആൻഡ് പിന്നെന്താണ്, ഇത് നൈറ്റാണ് യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു. രണ്ടും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ഇത്രയും എടുത്തിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിന് 140 സംതിങ്ങും ഇതിന് 200 സംതിങ്ങും ആണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെന്താണ്, വേറൊന്നുമില്ല. ഇത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ഒക്കെ വരുന്ന പോലെ, ഫേസ് വാഷ് ഒക്കെ വരുന്ന പോലെ ഒരു പാക്കേജാണ്. ഇത് നമ്മുടെ നോർമൽ ഓയിൽമെൻറ്റ് ആ ഒരു ഇതാണ്. പിന്നെന്താണ്, ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്തതാണ് കേട്ടോ. ഇതെനിക്ക് 1 month ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് ട്യൂബാണ്. ഇതും എൻ്റെ ഇതിൻ്റെ തേർഡ് ട്യൂബാണ്. ഇതാണ് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത്, അങ്ങനെ തോന്നിയില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ.